മൈ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ വിത്ത് സുമി. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 8th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെക്കൻഡ് യൂണിറ്റായ വിങ്സ് ഓഫ് ഹോപ്പ് എന്ന സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. ഓക്കെ, ജെറോമിൻ്റെ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന ചാപ്റ്ററായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്, ജീവിതത്തിലേക്കുള്ള കുറിപ്പടി എന്നർത്ഥം. Okay, we all know people who make mountains of molehills, their lives always miserable, അല്ലേ? ഇപ്പോൾ മലനിരകൾ നിറഞ്ഞ കുന്നുകളൊക്കെ സൃഷ്ടിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ, അവരുടെ ജീവിതമൊക്കെ എപ്പോഴും ദുരിതപൂർണ്ണമാണ്. ഡോണ്ട് യു തിങ്ക് എ പോസിറ്റീവ് ആൻഡ് ഹെൽത്തി ആറ്റിറ്റ്യൂഡ് ഈസ് ദ കീ ടു ഹാപ്പി ലൈഫ്? നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളുടെ പോസിറ്റീവ് തോട്ടും ഹെൽത്തി ആറ്റിറ്റ്യൂഡുമാണ് അല്ലേ. ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് നമ്മൾക്ക് എപ്പോഴും ഒരു സന്തോഷം നൽകുന്നത് അല്ലേ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവാം അല്ലേ, എന്നാൽ നമ്മളുടെ ആ പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട രീതി, ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതൊക്കെയാണ് ഹാപ്പി ലൈഫിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. ലെറ്റ്സ് റീഡ് ജെറോം പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. ഓക്കെ, അപ്പോൾ ജീവിതത്തിലേക്കുള്ള കുറിപ്പടി എന്ന ജെറോമിൻ്റെ ഈ ഒരു സ്റ്റോറി നമുക്ക് വായിക്കാം. I remember going to the British Museum one day to research some sort of illness that I thought might be hay fever. Okay, അപ്പം ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം ഞാൻ ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് പോയി. എന്തിനാണ്? റിസർച്ച് ചെയ്യാനായിട്ട്. സം സോർട്ട് ഓഫ് ഇൽനെസ്, ഒരു തരം അസുഖത്തെക്കുറിച്ച്. ദാറ്റ് മൈറ്റ് ബി ഹേ ഫീവറിനെ കുറിച്ച് അറിയാനായിട്ട്. I picked up the medical encyclopedia and read all about hay fever. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് ഈ മെഡിക്കൽ എൻസൈക്ലോപീഡിയ, ഈ അസുഖങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബുക്കില്ലേ, അതെടുത്ത് നോക്കിയിട്ട് ഹേ ഫീവറിനെ കുറിച്ചൊക്കെ വായിച്ചു. ഓക്കെ, ഐ ഐഡ്ലി ടേൺ ദ ലീവ്സ് ആൻഡ് ബിഗെയിൻ ടു indolently study diseases in general. I forgot which was the first disease I plunged into. Some dreadful disease I know. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ടേൺ ദ ലീവ്സ്, അതിൻ്റെ ഓരോ താളുകളും ഓരോ പേജുകളും ഇങ്ങനെ മറിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അങ്ങനെ ഓരോ അസുഖങ്ങളെക്കുറിച്ച് ജനറലായിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ പറയാണ്, അപ്പോൾ ഞാൻ മറന്നുപോയി ഏത് ഡിസീസാണ് ആദ്യമായിട്ട് ഞാൻ വീണുപോയത്. സം ഡ്രെഡ്ഫുൾ ഡിസീസ് ഐ നോ. But before I had glanced half down the list of warning symptoms, it dawned upon me that I had all of them. പക്ഷേ ഇദ്ദേഹം പറയാണ്, ഞാൻ ഈ മുന്നറിയിപ്പ് ലോകരക്ഷണങ്ങളുടെ ബുക്ക് മുഴുവനായിട്ട് വായിക്കുന്നതിന് മുമ്പ് തന്നെ, അത് പകുതിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്താണ്, എനിക്കതൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, വാർണിംഗ് സിംറ്റംസ് വായിച്ച് പകുതി എത്തിയപ്പോഴേ ഇയാൾ പറയാണ്, അതെനിക്ക് മുഴുവനായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഐ സാറ്റ് ഫോർ എ വൈൽ ഫ്രോസൺ വിത്ത് ഹൊറർ ആൻഡ് ദെൻ ഇൻ ദ utter despair I again turned over the pages. അപ്പോൾ കുറേ നേരം ഞാൻ ഭയത്താൽ ഇങ്ങനെ മരവിച്ച് നിന്നു. ഓക്കെ, ഫ്രോസൺ വിത്ത് ഹൊറർ ഭയം, ഫ്രോസൺ എന്ന് വെച്ചാൽ ഇങ്ങനെ മരവിച്ച് നിൽക്കുക. ആൻഡ് ദെൻ ഇൻ ടു അട്ടർ ഡെസ്പെയർ ഐ എഗെയിൻ ടേൺഡ് ഓവർ ദ പേജസ്. എന്നിട്ട് വീണ്ടും അദ്ദേഹം ഇതിൻ്റെ പേജസ് ഇങ്ങനെ മറിച്ച് നോക്കി. ഐ കെയിം ടു ടൈഫോയിഡ് ഫീവർ, റീഡ് ദ സിംറ്റംസ്. പിന്നെ ടൈഫോയിഡ് ഫീവറിൻ്റെ അവിടെ എത്തിയപ്പോൾ അതിൻ്റെ സിംറ്റംസിനെ കുറിച്ച് ഇദ്ദേഹം വായിച്ചു. ഡിസ്കവേർഡ് ദാറ്റ് ഐ ഹാഡ് ടൈഫോയിഡ് ഫീവർ ഫോർ മന്ത് വിത്തൗട്ട് നോയിങ് ഇറ്റ്. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന് ടൈഫോയിഡ് ഫീവറും ഉണ്ടായിരുന്നു, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ. ഐ ദെൻ വണ്ടേർഡ് വാട്ട് എൽസ് ഐ ഹാഡ് ഗോട്ട്, ടേൺഡ് അപ്പ് സെൻ വൈറ്റസ് ഡാൻസ്, ഫൗണ്ട് ദാറ്റ് ഐ ഹാഡ് ദാറ്റ് ടു. I began to get interested in my case and decided to investigate it thoroughly. ഓക്കെ, അപ്പോൾ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു, അതിൻ്റെ പേജുകൾ മറിച്ച് നോക്കിയൊക്കെ വേറെ എന്തൊക്കെ അസുഖങ്ങൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി. സെൻ വിറ്റസ് ഡാൻസ് എന്ന് പറയുന്ന ഒരു അസുഖം, അതും ഇദ്ദേഹത്തിനുണ്ടെന്ന് മനസ്സിലായി. ഐ ബിഗാൻ ടു ഗെറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ മൈ കേസ് ആൻഡ് ഡിസൈഡഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഇറ്റ് തോറലി. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ അന്വേഷിക്കാനായിട്ടല്ലേ എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടായത്. സോ ഐ സ്റ്റാർട്ടഡ് ആൽഫബറ്റിക്കലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആൽഫബറ്റിക്കലായിട്ട് സ്റ്റാർട്ട് ചെയ്തു, ABCD. അതുപോലെ റീഡ് അപ്പ് ague, that means malaria, and learned that I was sickening for it. അപ്പോൾ അത് വായിച്ചപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, ഈ അസുഖവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ദ വേഴ്സ്റ്റ് സ്റ്റേജ്, വുഡ് കമൻസ് ഇറ്റ് അബൌട്ട് 2 weeks. ഓക്കെ, അപ്പോൾ അതും ഭയങ്കര വേഴ്സ്റ്റ് സ്റ്റേജിലാണ് ഉണ്ടായിരുന്നത്. ബ്രൈറ്റ് ഡിസീസ്, ഐ വാസ് റിലീവ്ഡ് ടു ഫൈൻഡ് ഐ ഹാഡ് ഓൺലി ഇൻ എ മൈൽഡ് ഫോം. അപ്പോൾ ബ്രൈറ്റ് ഡിസീസ് അദ്ദേഹത്തിനൊരു മൈൽഡ് ഫോം ആയിട്ടുണ്ടായെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു.
കൊളറ ഐ ഹാഡ് വിത്ത് സീരിയസ് കോംപ്ലിക്കേഷൻ. അപ്പോൾ കൊളറ അതും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഈ ബുക്ക് നോക്കി ഓരോ ലക്ഷണങ്ങൾ വായിച്ച് ആ അസുഖം തനിക്കുണ്ടെന്ന് ഫൗണ്ട് ചെയ്യുകയാണ് അല്ലേ. ദെൻ ഡിഫ്തീരിയ ഐ സീം ടു ഹാവ് ബീൻ ബോൺ വിത്ത്. I carefully went through all the 26 letters and the only malady I could conclude I had not got was housemaid's knee. ഇദ്ദേഹം ഇങ്ങനെ ഓരോ പേജും വായിച്ചപ്പോൾ അതിലുള്ള ഈ 26 എല്ലാ അസുഖങ്ങളും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അല്ലേ. ഡിഫ്തീരിയ, ഇദ്ദേഹം ജന്മന ഡിഫ്തീരിയ ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രദ്ധാപൂർവം 26 ലെറ്റേഴ്സ് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരസുഖം എന്ന് പറയുന്നത് ഹൗസ് മെയ്ഡ്സ് നീ, ആ ഒരു അസുഖം മാത്രമാണ് ഇദ്ദേഹത്തിന് ഇല്ലാത്തതെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ. I felt rather hurt about this at first. It seemed somehow to be a kind of insult. Why hadn't I got housemaid's knee? അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇതുവരെ കിട്ടാത്ത അസുഖം എന്ന് പറയുന്നത് ഹൗസ് മെയ്ഡ്സ് നീ ആണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തരം ഒരു ഹേർട്ട് ഫീലിംഗ് ആയി. എന്തുകൊണ്ടാണ് അത് മാത്രം എനിക്ക് വരാതിരുന്നത് എന്ന്. ഓക്കെ, ഹൗസ് മെയ്ഡ്സ് നീ എന്ന് വെച്ചാൽ കാൽമുട്ടിലുണ്ടാവുന്ന ഒരു നീര്. ഓക്കെ, അതുപോലെ വൈ വാസ് ദിസ് ഇൽനെസ് ലെഫ്റ്റ് ഔട്ട്. അപ്പോൾ ഈ ഒരു അസുഖം തനിക്ക് വരാതെ ഇരുന്നത് എന്തുകൊണ്ടാണ്. ഓക്കെ, ആഫ്റ്റർ എ വൈൽ ഹൗഎവർ ലെസ് ഗ്രീഡി ഫീലിംഗ് ടുക്ക് ഓവർ. ഓക്കെ, അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഹൗസ് മെയ്ഡ്സ് നീ എന്ന അസുഖം വരാത്തത് അല്ലേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ മനസ്സിലായി, ഇദ്ദേഹത്തിന് ആ ഒരു ഗ്രീഡി, ആ ഒരു അത്യാഗ്രഹം ഫീലിംഗ് ഇദ്ദേഹത്തിൽ നിന്ന് പോയി. ഓക്കെ, ഐ റിഫ്ലെക്റ്റഡ് ദാറ്റ് ഐ ഹാഡ് എവ്രി അതർ നോൺ ഡിസീസ് ഇൻ ദ ഫാർമക്കോളജി. അപ്പോൾ ഈ ഫാർമക്കോളജിയിൽ പറയുന്ന എല്ലാ അസുഖങ്ങളും ഉണ്ടായല്ലോ, അപ്പോൾ ഇതൊന്നും മാത്രമല്ലേ ഇല്ലാത്തതെന്ന് വിചാരിച്ചിട്ട് അയാൾ ആശ്വസിച്ചു. I grew less selfish and determined to do without housemaid's knee. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ഹൗസ്മെയ്ഡ്സ് നീ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഗൗട്ട് ഇൻ ഇറ്റ്സ് വേഴ്സ്റ്റ് ഫോം ഹാഡ് സീസ്ഡ് മീ വിത്തൗട്ട് മൈ നോളജ്. അപ്പോൾ ഗൗട്ട് എന്ന് പറയുന്ന ഒരു അസുഖം ഇദ്ദേഹത്തിന് ഏറ്റവും മോശം അവസ്ഥയിൽ പിടികൂടിയിരുന്നു. ഓക്കെ, ആൻഡ് സേസ്ഡ് മീ വിത്തൗട്ട് മൈ നോളജ് ആൻഡ് സൈമോസിസ് ഐ ഹാഡ് ക്ലിയർലി ബീൻ സഫറിങ് ഫ്രം മൈ ബോയ്ഹുഡ്. അപ്പോൾ സൈമോസിസ് എന്നൊരു അസുഖം ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിൽ തന്നെ ഇദ്ദേഹത്തിന് പിടിപെട്ടിരുന്നു. ഓക്കെ, സോ ഐ കൺക്ലൂഡഡ് ദാറ്റ് ദെയർ വാസ് നത്തിങ് എൽസ് ദ മാറ്റർ വിത്ത് മീ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം തനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. ഓക്കെ, ഐ സാറ്റ് ആൻഡ് പോണ്ടേർഡ്. ഐ തോട്ട് വാട്ട് an interesting case I must be from a medical point of view. What an accusation I should be to a class. Students would have no need to work the hospitals if they had me. Okay, I sat pondered. അപ്പോൾ ഞാൻ ഇരുന്ന് ആലോചിച്ചു. എന്താണ്? I thought what an interesting case I must be from a medical point of view. ഓക്കെ, അപ്പോൾ ഒരു മെഡിക്കൽ കാഴ്ചപ്പാടിൽ ഞാൻ എത്ര രസകരമായ ഒരു രോഗിയായിരിക്കണം. കാരണം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അല്ലേ. വാട്ട് ആൻ അക്യൂസിഷൻ ഐ ഷുഡ് ബി ടു എ ക്ലാസ്. അപ്പോൾ ഒരു ക്ലാസ്സിന്, ഒരു മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സിന് ഞാൻ എത്ര വലിയൊരു നേട്ടമായിരിക്കണം എന്ന് അദ്ദേഹം ചിന്തിച്ചു കേട്ടോ. സ്റ്റുഡൻസ് വുഡ് ഹാവ് നോ നീഡ് ടു വർക്ക് ദ ഹോസ്പിറ്റൽസ്. അപ്പോൾ എന്നെ കിട്ടിയാൽ കുട്ടികൾക്ക് ആശുപത്രിയിൽ ചുറ്റി നടക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസിന് ഇങ്ങനെ രോഗികളെ അവരെ പരിശോധിക്കാൻ കിട്ടണമല്ലോ അല്ലേ, അവരുടെ അസുഖങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് എല്ലാ അസുഖങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റുഡൻസിനൊന്നും ഹോസ്പിറ്റലിലേക്ക് നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇഫ് ദേ ഹാഡ് മീ, എന്നെ കിട്ടിയിരുന്നെങ്കിലും. ഐ വാസ് എ ഹോസ്പിറ്റൽ ഇൻ മൈസെൽഫ്. ഞാൻ തന്നെ ഒരു ഹോസ്പിറ്റലായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ എല്ലാ അസുഖങ്ങളും ഉണ്ടായിരുന്നു അല്ലേ. ഓൾ ദേ നീഡ് ടു would be to walk around me and after that take their diploma. അപ്പോൾ അവർ ചെയ്യേണ്ടത് എൻ്റെ ചുറ്റിൽ ഇങ്ങനെ നടക്കാൻ മാത്രമല്ലേ. അപ്പോൾ അതിനുശേഷം അവരുടെ ഡിപ്ലോമ അവർക്ക് ലഭിക്കുമായിരുന്നു, അവർക്ക് കിട്ടുമായിരുന്നു എന്ന്. ദെൻ ഐ വണ്ടേർഡ് ഹൗ ലോങ് ഐ ഹാഡ് ടു ലൈവ്. ഓക്കെ, പിന്നെ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, എനിക്ക് എത്ര കാലം ഇങ്ങനെ ജീവിക്കണമെന്ന് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ഐ ട്രൈ ടു എക്സാമിൻ മൈസെൽഫ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തെ തന്നെ പരിശോധിക്കാനായിട്ട് ശ്രമിച്ചു. ഐ ഫെൽറ്റ് മൈ പൾസ്. അദ്ദേഹത്തിൻ്റെ പൾസ് അദ്ദേഹം ഇങ്ങനെ ഫീൽ ചെയ്തു നോക്കി. ഐ കുഡ് നോട്ട് അറ്റ് ഫസ്റ്റ് ഫീൽ എനി പൾസ് അറ്റ് ഓൾ. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം പൾസൊന്നും ഇങ്ങനെ ഫീൽ ആയില്ല കേട്ടോ. നമ്മളിങ്ങനെ നമ്മുടെ കൈൻ്റെ റിസ്റ്റിൽ വെച്ച് നോക്കുമല്ലോ പൾസ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ്. ഓക്കെ,
അങ്ങനെ അദ്ദേഹം പൾസ് നോക്കാനായിട്ട് പക്ഷേ ആദ്യം അദ്ദേഹത്തിന് പൾസൊന്നും കിട്ടിയില്ല കേട്ടോ. ദെൻ ഐ ട്രൈ ടു ഫീൽ മൈ ഹാർട്ട്. പിന്നെ അദ്ദേഹം ഹാർട്ടിൽ കൈവച്ച് നോക്കി. ഐ കുഡ് നോട്ട് ഫീൽ ഇറ്റ്, ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ അതും അദ്ദേഹത്തിന് ബ്രീത്ത് ചെയ്യുന്നതൊന്നും ഇല്ല. ഇറ്റ് ഹാഡ് സ്റ്റോപ്പ്ഡ് ബീറ്റിംഗ്. അപ്പോൾ അത് സ്റ്റോപ്പ്ഡ് ആയിന്ന് അദ്ദേഹത്തിന് തോന്നി. ഓക്കെ, ഐ പാറ്റ്ഡ് മൈസെൽഫ് ഓൾ ഓവർ മൈ ബോഡി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും ഇങ്ങനെ തലോടി നോക്കി. ഓക്കെ, പക്ഷേ ഐ കുഡ് നോട്ട് ഫീൽ ഓർ ഹിയർ എനിത്തിങ്. അദ്ദേഹത്തിന് ഒന്നും ഒരു അനുഭവിക്കാനോ അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ഒന്നും, ഇങ്ങനെ ടച്ചിങ്ങിൻ്റെ ഫീലിംഗ് ഒന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. ഐ ട്രൈ ടു ലുക്ക് അറ്റ് മൈ ടങ്. പിന്നെ അദ്ദേഹത്തിൻ്റെ നാവിലേക്ക് നോക്കാനായിട്ട് ശ്രമിച്ചു. ഐ കുഡ് ഓൺലി സീ ദ ടിപ്പ്. അപ്പോൾ അതിൻ്റെ ടിപ്പ് മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ. ആൻഡ് ദ ഓൺലി തിങ് that I could gain was to feel more certain than before that I had a scarlet fever. ഓക്കെ, അപ്പോൾ എനിക്ക് നേടാൻ കഴിഞ്ഞ ഒരേ ഒരു കാര്യം, ഓക്കെ, ഇതൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അല്ലേ. അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സ്കാർലറ്റ് പനിയുണ്ടെന്ന് മുമ്പത്തേക്കാൾ കൂടുതൽ ഉറപ്പുണ്ടായിരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഐ ഹാഡ് വാക്ക്ഡ് ഇൻ ദ റീഡിംഗ് റൂം ആസ് ഹാപ്പി ഹെൽത്തി മാൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു? ഹാപ്പി ആൻഡ് ഹെൽത്തി മാൻ, നല്ല സന്തോഷവാനായിട്ടും ആരോഗ്യവാനായിട്ടും അദ്ദേഹം ഒരു വായനാമുറിയിലേക്ക് തിരിച്ചു നടന്നു. ഓക്കെ, ഐ ക്രോൾഡ് ഔട്ട് ദ ഡെസ്ക്രിപ്റ്റ് വർക്ക്. എന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ അദ്ദേഹം ഇഴഞ്ഞു നീങ്ങി. ഓക്കെ, ജീർണിച്ച അവശിഷ്ടങ്ങൾക്കിടയിൽ. ഐ വെൻറ്റ് ടു മൈ ഡോക്ടർ, ഈസ് ആൻ ഓൾഡ് ചം ഓഫ് മൈൻ. ഓക്കെ, എന്നിട്ട് അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഓൾഡ് ചം ഓഫ് മൈൻ എന്ന് വെച്ചാൽ ഒരു പഴയ സുഹൃത്ത്. ആൻഡ് ഫീൽസ് മൈ പൾസ് ആൻഡ് ലുക്ക് അറ്റ് മൈ ടങ് ആൻഡ് ടോക്ക് അബൌട്ട് ദ വെദർ, ഓൾ ഫോർ നത്തിങ് വെൻ ഐ തിങ്ക് ഐ ആം സിക്ക്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പൾസൊക്കെ ചെക്ക് ചെയ്തു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ടങ്ങിൽ നോക്കും, അതുപോലെ തന്നെ കാലാവസ്ഥയെക്കുറിച്ചൊക്കെ സംസാരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അസുഖമാണെന്ന് തോന്നുമ്പോൾ അതൊക്കെ വെറുതെയാണെന്നൊക്കെ പറയും. സോ ഐ തോട്ട് ഐ വുഡ് റിട്ടേൺ ദ ഫേവർ ബൈ ഗോയിങ് ടു ഹിം നൗ. ഓക്കെ, അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇനി അദ്ദേഹത്തിന് തൻ്റെ സുഹൃത്തായ ആ ഡോക്ടറുടെ സഹായം വേണം അല്ലേ, അദ്ദേഹത്തെ കാണാൻ പോകാം. വാട്ട് എയർ ഡോക്ടർ വോണ്ട് ഐ സെഡ് ഇസ് പ്രാക്ടീസ്. അപ്പോൾ ഒരു ഡോക്ടർക്ക് എന്താണ് ആവശ്യം? പ്രാക്ടീസാണ് അല്ലേ, ഇങ്ങനെ നിരന്തരമായി പുതിയ രോഗികളെ പരിശോധിക്കുക അല്ലേ. അപ്പോൾ ഹീ ഷാൾ ഹാവ് മീ. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ആരുണ്ട്? ഇയാളുണ്ട് അല്ലേ, നമ്മൾ ഓതറുണ്ട്. ഹി വിൽ ഗെറ്റ് മോർ പ്രാക്ടീസ് ഔട്ട് ഓഫ് മീ ദാൻ ഔട്ട് ഓഫ് 1700 ഓഫ് ഇസ് എവറി ഡേ പേഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ദിവസേന ഒരുപാട്, അപ്പോൾ അദ്ദേഹത്തിന് 100 കണക്കിന് രോഗികൾ ഡെയിലി വരുമല്ലോ അല്ലേ. അപ്പോൾ എന്നെ തിരഞ്ഞെടുത്താൽ 100 കണക്കിന് രോഗികളെ പരിശോധിക്കാനും കൂടുതൽ പ്രാക്ടീസ് കിട്ടുമെന്നാണ്. കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ലേ. വിത്ത് ഓൺലി 1 or 2 ഡിസീസസ് ഈച്ച്. അപ്പോൾ ഇങ്ങനെ വരുന്നവർക്ക് 1 or 2 ഡിസീസസ് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ ഓതർ പറയുന്നത്. സോ ഐ വെൻറ്റ് സ്ട്രൈറ്റ് അപ്പ് ആൻഡ് സോ ഹിം ആൻഡ് ഹീ സെഡ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ സുഹൃത്തായ ഡോക്ടറിൻ്റെ അടുത്ത് ഡയറക്റ്റ് പോയി. എന്നിട്ട് അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വെൽ വാട്ട് ഈസ് ദ മാറ്റർ വിത്ത് യു? വെൽ, ശരി, നിനക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഐ സെഡ്, ഞാൻ പറഞ്ഞു, ഐ വിൽ നോട്ട് ടേക്ക് അപ്പ് യുവർ ടൈം ഡിയർ ബോയ് വിത്ത് ടെല്ലിങ് യു വാട്ട്സ് ദ മാറ്റർ. ലൈഫ് ഈസ് ബ്രീഫ് ആൻഡ് യു മൈറ്റ് പാസ് എവേ ബിഫോർ ഐ ഹാഡ് ഫിനിഷ്ഡ്. അപ്പോൾ പറയാണ് കേട്ടോ. ഇദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടി എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യാണ്. ഭയങ്കര സുഹൃത്താണല്ലോ അല്ലേ, ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ പറയാണ് കേട്ടോ, മൈ ഡിയർ ബോയ്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, ഒരു കാര്യം നിന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല. ഓക്കെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ബ്രീഫ്, ഹ്രസ്വമാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയാലോ. ഓക്കെ, ബട്ട് ഐ വിൽ ടെൽ യു വാട്ട് ഈസ് നോട്ട് ദ മാറ്റർ വിത്ത് മീ. ഓക്കെ, പക്ഷേ എനിക്ക് എന്താണ് പ്രശ്നമല്ലാത്തത് എന്ന് ഞാൻ പറയാമെന്ന് അദ്ദേഹം പറയും. കാരണം അദ്ദേഹത്തിന് എല്ലാ അസുഖവും ഉണ്ട്, ഒരു അസുഖം മാത്രം ഇല്ലാത്തതാണ് അല്ലേ. ഐ ഹാവ് നോട്ട് ഗോട്ട് ഹൗസ് മെയ്ഡ്സ് നീ. വൈ ഐ ഹാവ് നോട്ട് ഗോട്ട് ഹൗസ് മെയ്ഡ്സ് നീ ഐ കനോട്ട് ടെൽ യു. എനിക്ക് ഹൗസ് മെയ്ഡ്സ് നീ എന്ന അസുഖം മാത്രമാണ് കിട്ടിയിട്ടില്ലാത്തത്. അത് എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഐ കനോട്ട് ടെൽ യു, അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ബട്ട് ദ ഫാക്ട് റിമെയിൻസ് ദാറ്റ് ഐ ഹാവ് ഗോട്ട് നോട്ട് ഇറ്റ് എവറിത്തിങ് എൽസ് ഹൗ എവർ ഐ ഹാവ് ഗോട്ട്. ബാക്കിയുള്ള എല്ലാ ഡിസീസസും എനിക്ക് കിട്ടിയിട്ടുണ്ട്.
ആൻഡ് ഐ ടോൾഡ് ഹിം നൗ ഐ കെയിം ടു ഡിസ്കവർ ഇറ്റ് ഓൾ. ഓക്കെ, പിന്നെ ഇദ്ദേഹം പറഞ്ഞു ഞാൻ അത് കണ്ടുപിടിക്കാനാണ് വന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു അസുഖം മാത്രം വരാത്തതെന്ന്. Then he examined me and clutched my wrist to check my pulse, and then he hit me over the chest when I wasn't expecting it. A cowardly things to do. ഓക്കെ, അപ്പോൾ ആ ഡോക്ടർ ഇദ്ദേഹത്തെ പരിശോധിക്കാനായിട്ട് തുടങ്ങി അല്ലേ. ഇദ്ദേഹത്തിൻ്റെ പൾസ് നോക്കി, പിന്നെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നെഞ്ചിലൊക്കെ അടിച്ചു നോക്കി. അപ്പോൾ അതൊരു ഭീരുത്വ പ്രവർത്തനമായിട്ടാണ് ഇദ്ദേഹത്തിന് തോന്നിയത്, കാരണം ഇദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യാത്തപ്പോൾ ചെയ്ത് കവാഡ്ലി, ഭീരുത്വമായിട്ട്. ഓക്കെ, ഐ തിങ്ക് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർഡ് വാസ് ബട്ടഡ് മീ ഓൺ ദ സൈഡ് ഓഫ് മൈ ഹെഡ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം തലയുടെ ഒരു വശത്തും തട്ടി. ആഫ്റ്റർ ദാറ്റ് ഹി സാറ്റ് ഡൗൺ ആൻഡ് റോട്ട് ഔട്ട് എ പ്രിസ്ക്രിപ്ഷൻ. ഓക്കെ, അതിനുശേഷം ഇദ്ദേഹം പ്രിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് തുടങ്ങി. ഓക്കെ, ആൻഡ് ഫോൾഡഡ് ഇറ്റ് അപ്പ് ആൻഡ് ഗേവ് ഇറ്റ് ടു മീ ആൻഡ് ഐ പുട്ട് ഇറ്റ് മൈ പോക്കറ്റ് ആൻഡ് വെൻറ്റ് ഔട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് നേരെ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തു. ഓക്കെ, അദ്ദേഹം അതുമായിട്ട് തിരിച്ചു വന്നു. ഐ ഡിഡിൻ ഓപ്പൺ ഇറ്റ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇത് തുറന്നില്ല. ഐ ടുക്ക് ഇറ്റ് ടു ദ നിയറസ്റ്റ് ഫാർമസി ആൻഡ് ഹാൻഡഡ് it in. Then the man read it and then handed it back. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇത് തുറന്നില്ല, എന്തോ മരുന്നാണ് എഴുതി തന്നെന്ന് വിചാരിച്ചിട്ട് അതുമായിട്ട് ഫാർമസിയിലേക്ക് പോയി. ഓക്കെ, എന്നിട്ട് ഫാർമസിൻ്റെ ആളും അത് വായിച്ചിട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. ഹി സെഡ് ഹി ഡിഡിൻ കീപ്പ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ ഇത് സൂക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഐ സെഡ് യു ആർ എ കെമിസ്റ്റ്. അപ്പോൾ നിങ്ങളൊരു കെമിസ്റ്റ് അല്ലേ ഒരു ഫാർമസിസ്റ്റ് അല്ലേ. ഹി സെഡ് ഐ ആം ദ കെമിസ്റ്റ്. ഇഫ് ഐ വെയർ എ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആൻഡ് ഫാമിലി ഹോട്ടൽ കമ്പൈൻ ഐ മൈറ്റ് ബി ഏബിൾ ടു ഹെൽപ്പ് യു. ബീയിങ് ഓൺലി എ കെമിസ്റ്റ് ലിമിറ്റ് മീ. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു കെമിസ്റ്റാണ്, പക്ഷേ ഒരു കോപ്പറേറ്റീവ് സ്റ്റോറും അതുപോലെ റെസ്റ്റോറൻറ്റും ഒന്നിച്ചുള്ള ഒരു ഇത് മാത്രമാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമായിരുന്നു. ഐ മൈ ടു ഹെൽപ്പ് ടു ഹെൽപ്പ് യു ബട്ട് ബീയിങ് എ കെമിസ്റ്റ് ലിമിറ്റ് മീ. പക്ഷേ ഞാനൊരു കെമിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പരിമിതിയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമ്മൾക്കിപ്പോൾ അറിയില്ല അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അദ്ദേഹം തിരിച്ചു കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അത് ഇയാൾ വായിക്കാൻ തുടങ്ങി. ഐ റീഡ് ദ പ്രിസ്ക്രിപ്ഷൻ ദിസ് വാസ് വാട്ട് അറ്റ് സെഡ്. അപ്പോൾ അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? എ ബാലൻസ്ഡ് ഡയറ്റ് വിത്ത് വാട്ടർ എവറി കപ്പിൾ ഓഫ് ഹവേഴ്സ്, എ 10-mile വാക്ക് എവറി മോർണിംഗ്, ടു ബെഡ് അറ്റ് ഷാർപ്പ് 11 o'clock എവറി നൈറ്റ്, ആൻഡ് ഡോണ്ട് സ്റ്റഫ് അപ്പ് യുവർ ഹെഡ് വിത്ത് തിങ്സ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതിലെന്താണ് എഴുതിയിരിക്കുന്നത്? ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലേ, നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് വേണം. അതുപോലെ തന്നെ വിത്ത് വാട്ടർ എവറി കപ്പിൾ ഓഫ് ഹവേഴ്സ് അല്ലേ, വെള്ളം കുടിക്കണം, ഓരോ മണിക്കൂറിലും കുറച്ച് വെള്ളം കുടിക്കണം അല്ലേ. നമ്മൾ പറയാം ഡെയിലി ഒരു 8 ഗ്ലാസ് ഓഫ് വെള്ളം കുടിക്കണം. എ 10-mile വാക്ക് എവറി മോർണിംഗ്, എല്ലാ ദിവസവും 10 മൈൽ നടക്കണം. ടു ബെഡ് അറ്റ് ഷാർപ്പ് 11 o'clock, അപ്പോൾ കിടക്കുമ്പോൾ ഷാർപ്പ് 11 o'clock ആകുമ്പോൾ കിടക്കണം. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിൽ കുത്തി നിറച്ച് കിടക്കാൻ അനുവദിക്കുക. എന്ന് വെച്ചാൽ എന്താണ്, ഇദ്ദേഹം ഇങ്ങനെ വെറുതെ ഓരോന്ന് വായിച്ചിട്ട് തനിക്ക് എല്ലാ അസുഖം ഉണ്ടെന്നൊക്കെ ചിന്തിച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇവിടെ പോയത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യത്തെക്കുറിച്ച് വെറുതെ ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ പോകരുത്. ഐ ഫോളോഡ് ദ ഡയറക്ഷൻ വിത്ത് ദ ഹാപ്പി റിസൾട്ട് സ്പീക്കിംഗ് ഫോർ മൈ സെൽഫ് ദാറ്റ് മൈ ലൈഫ് വാസ് സേവ്ഡ് ആൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഈ എഴുതി കൊടുത്ത പ്രിസ്ക്രിപ്ഷനൊക്കെ ഫോളോ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലം ഇയാൾക്ക് ലഭിച്ചു. ഓക്കെ, ഒരു ഹാപ്പി റിസൾട്ട്. എന്നിട്ട് ഇപ്പോഴും ഈ ഒരു ചികിത്സ തുടരുന്നുണ്ടെന്നും അങ്ങനെ ഇയാളിപ്പോൾ ഹാപ്പി ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ ലൈഫ് സേവായി, ഇയാൾ ഗോയിങ് ഗുഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് നൽകുന്ന പാഠം എന്താണ്? നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ കുത്തി നിറച്ചിട്ട് വെറുതെ ചിന്തിച്ച് ഒരുപാട് കൂട്ടുന്നതിലൊന്നും ഒരു അർത്ഥമില്ല അല്ലേ. നമ്മുടെ ഹാപ്പിയായ നമ്മുടെ കീ ടു സക്സസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് അല്ലേ. ഓഥറിനെ കുറിച്ച് നോക്കാം. ജെറോം അല്ലേ, വാസ് എൻ ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് ഹ്യൂമറിസ്റ്റ് ബോൺ ഇൻ എ പുവർ ഫാമിലി. ഹി ഫേസ്ഡ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ആൻഡ് പേഴ്സണൽ ഹാർഡ്ഷിപ്പ് ത്രൂ ഔട്ട് ഹിസ് ഏർലി ലൈഫ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് റൈറ്ററാണ്, ഹ്യൂമറിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് വളരെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ എന്ന് വെച്ചാൽ വളരെ പാവപ്പെട്ട ഒരാളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് കാലത്ത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ജീവിക്കാനൊക്കെ. ഓക്കെ, ഡെസ്പൈറ്റ് ദിസ് ചലഞ്ചസ് ഹി പേഴ്സ്യൂഡ് ദ കാരിയർ റൈറ്റിംഗ് ആൻഡ് ആക്ടിങ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിലും അദ്ദേഹം റൈറ്റിങ്ങും ആക്ടിങ്ങിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു. And his warm and humorous style won him great acclaim. This extract is taken from 3 Men in a Boat. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് 3 Men in a Boat എന്ന അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്നാണ്. ഓക്കെ, ജെറോംസ് കോമിക് മാസ്റ്റർപീസ് വിച്ച് ഇസ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് വർക്ക്. ഓക്കെ,
ഓക്കെ ഡിയർ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എയ്ത്ത് സ്റ്റാൻഡേർഡിലെ തന്നെ സോഷ്യൽ അതുപോലെ തന്നെ സയൻസ്, ഹിന്ദി ചാപ്റ്റേഴ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ പോയാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.